നമസ്കാരം. ഇന്നലെ വലതുവശത്തെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഇന്ന് നമുക്ക് ഇടതുവശത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം. സെലികമറ്ററി അർപ്പിക്കുന്നു. ഇന്നലെ നമ്മൾ മിഡിൽ ഈസ്റ്റിലെ ട്രാഫിക്കിനെ കുറിച്ചും പുതിയ ഡീവിയേഷനെ കുറിച്ചുമാണ് സംസാരിച്ചതെങ്കിൽ അവിടുത്തെ തടസ്സത്തിന് കാരണം എന്താണ്? പുതിയ ഡീവിയേഷനെ കുറിച്ച് വരാൻ കാരണം ഹോർമോസ് കടലിടുക്കിലെ പ്രതിരോധമാണ്. ഉപാധി എന്തോ വച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് പുതിയ ചർച്ചകൾക്ക്. അമേരിക്കൻ പ്രസിഡന്റ് ഹോർമോസിന്റെ വീതി പലപ്പോഴും പറഞ്ഞിട്ട് 34 നോട്ടിക്കൽ മൈലാണ്. അതിൽ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് 24 നോട്ടിക്കൽ മൈലാണ്. സിംഗപ്പൂരിന്റെ വിദേശകാര്യമന്ത്രി ശ്രീ വിവിയൻ ബാലകൃഷ്ണൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞത് അവിടെ ടോൾ ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നതിനെ കുറിച്ച് അവർ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഇറാനുമായിട്ട് അത്തരം ഒരു ചർച്ചയ്ക്ക് പോലും അവർ തയ്യാറല്ല. കാരണം അൺക്ലോസ് അനുസരിച്ച് UN നിയമം അനുസരിച്ച് വാട്ടർവേസ് എല്ലാം ലോകം മുഴുവൻ ഉപയോഗിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് അവർക്കൊരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തിയിട്ടില്ല. ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവർക്ക് ടോൾ ഏർപ്പെടുത്താം. പനാമ കനാലില് ധാരാളം പണം മുടക്കിയിട്ടുണ്ട്. സുയസ് കനാലിൽ പണം മുടക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പണം മുടക്കിയ പ്രദേശങ്ങളിൽ ടോൾ ഏർപ്പെടുത്തുന്നത് ന്യായീകരിക്കപ്പെടാം. അതിന് വിപരീതമായി സ്വാഭാവികമായി ലഭിച്ച കടലും ജലാശയങ്ങളും അവിടെ ടോൾ ഏർപ്പെടുത്തുന്നത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നാണ് സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അവരുടെ ഏറ്റവും കൂടുതൽ ഏകദേശം 500 നോട്ടിക്കൽ മൈലുണ്ട് അവർക്ക് നീളം. മലാക്ക സ്ട്രേറ്റ് നമ്മുടെ ഇടതുവശം എന്ന് പറഞ്ഞാൽ അതാണ്. 500 നോട്ടിക്കൽ മൈലുണ്ട്. അവർക്ക് ഏറ്റവും ചെറിയത് സിംഗപ്പൂരിന്റെ അടുത്തുകൂടി പോകുന്നത് 1.7 നോട്ടിക്കൽ മൈലാണ്. അവിടെ ഹോർമോസിൽ 24 നോട്ടിക്കൽ മൈൽ വീതിയാണ് ഏറ്റവും കുറവെങ്കിൽ ഇവിടെ 1. അപ്പോൾ ഒരു ചോക്ക് പോയിന്റ് എന്ന് പറയുന്ന കൃത്യം മലാക്കയിലാണ് അനുഭവപ്പെടുന്നത്. അതുവഴി കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം കൂടി പരിശോധിക്കുമ്പോൾ ദ വേൾഡ്സ് ബിസിയസ്റ്റ് വാട്ടർവേ ദ സിംഗപ്പൂർ ആൻഡ് മലാക്ക സ്ട്രേറ്റ്സ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സോ ഓവർ 1 lakh വെസൽ ട്രാൻസിറ്റ്സ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം 100,000 കപ്പലുകളാണ് അവരുടെ നേരത്തെ പറഞ്ഞില്ലേ 1.7 നോട്ടിക്കൽ മൈലിലൂടെ കടന്നുപോയത്. 100,000. അപ്പോൾ എത്രത്തോളം തിരക്കാണ് ആ വാട്ടർവേയിൽ അനുഭവപ്പെടുന്നതെന്ന് നമുക്ക് ഈ കണക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇത്രയും കപ്പലുകൾ, ഇത്രയല്ല ഇനിയുള്ള കൃത്യമായ കണക്കറിയുമ്പോഴാണ് നമുക്ക് അതിന്റെ താരതമ്യത്തിന് സാധ്യതയുള്ളത്. ഇൻ 2004 there were 63,636 transits of the waterway by vessels over 300 gross tonnage. നമ്മുടെ ഇവിടെ വരുന്നതൊക്കെ 1,00,000 1,50,000 ഗ്രോസ് ടണ്ണേജ് ഉള്ള കപ്പലുകളാണ് വരുന്നത്. അപ്പോൾ 300 എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വളരെ ചെറിയ കപ്പൽ. അപ്പൊ അതിന് മുകളിലുള്ള ഏകദേശം 63,636 ആയിരുന്നു 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്. 2004 63,636 കപ്പലുകളുടെ സ്ഥാനത്ത് ഇപ്പോ 1,00,000-ൽ അധികമായി. കഴിഞ്ഞ വർഷത്തെ കൃത്യം കണക്കുകൾ അറിയുമ്പോഴാണ് തരൂരിനെ പോലുള്ളവർ പറയുന്ന കണക്കുകളുടെ പൊള്ളത്തരം. ഇതുപോലെ പറയണം മിസ്റ്റർ തരൂർ. നിങ്ങൾ പാർലമെന്റേറിയൻ അല്ലേ, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതിയോ? ജനങ്ങളെന്ന് പറയുന്ന ഒരു വലിയ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യത ഉണ്ടാവണം. സിംഗപ്പൂർ കൃത്യമായ കണക്ക് പറയുന്നു. ലാസ്റ്റ് ഇയർ ഇൻ ദ നമ്പർ ഓഫ് ട്രാൻസിറ്റ്സ് ടോപ്ഡ് 1 lakh ഫോർ ദ ഫസ്റ്റ് ടൈം, റീച്ചിങ് 1,02,525 ട്രാൻസിറ്റ്സ്. കൃത്യമായിട്ട് കണക്ക് 1,02,525 കപ്പലുകളാണ് കഴിഞ്ഞ വർഷം അവരുടെ മലാക്ക സ്ട്രേറ്റിലൂടെ കടന്നുപോയത്. അത് ഒരു ദിവസത്തെ കണക്ക് അവർ കൃത്യമായി പറയുന്നുണ്ട്. ദ ട്രാഫിക് വോളിയം ഫോർ 225 ഇക്വേറ്റ്സ് ടു 281. ഇങ്ങനെ പറയണം, അല്ലാതെ 100 കപ്പലുകൾ വന്ന് കിടക്കുന്നു എന്ന് പറയരുത്. 95 പറഞ്ഞില്ല, 105 പറഞ്ഞില്ല. കൃത്യം നിങ്ങൾ പറഞ്ഞത് 100 കപ്പലുകൾ എന്നാണ്. കൃത്യമായി ഇവർ പറയുന്നത് 281 കപ്പലുകളാണ് കഴിഞ്ഞ വർഷം മലാക്ക സ്ട്രേറ്റ് കടന്നുപോയത്. റിപ്പോർട്ട്സ് പെർ ഡേ ടു ക്ലാങ് VTS ഇൻ മലേഷ്യ. ക്ലാങ് എന്ന് പറയുന്നത് പോർട്ട് ക്ലാങ് ആണ്. VTS വെസൽ ട്രാഫിക് സർവീസ്. അപ്പൊ കൃത്യമായ കണക്കുണ്ട്. അവിടെയുള്ള ഡിവൈസിൽ സിഗ്നലിൽ രേഖപ്പെടുത്തുന്ന കണക്കാണ് 281 പെർ ഡേ കടന്നുപോകുന്ന കപ്പലുകളുടെ എണ്ണം. ഇനി ആ കടന്നുപോകുന്ന കപ്പലുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തരം കപ്പലുകളാണ് എന്ന് പോലും അവർ കൃത്യമായി
പറയുന്നുണ്ട്. ദ ബിഗ്ഗസ്റ്റ് യൂസേഴ്സ് ഓഫ് ദ സ്ട്രെയിറ്റ് ആർ കണ്ടെയ്നർ ഷിപ്സ്. നമ്മുടെ ഇവിടെ വരുന്ന തരത്തിലുള്ള കണ്ടെയ്നർ, എനിക്ക് തോന്നുന്നു നമ്മുടെ TRVയിലും ഏറ്റവും കൂടുതൽ ഒരാഴ്ചയിലെ കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നു പോകുന്നത് സിംഗപ്പൂരിൽ നിന്നുള്ള കപ്പലുകളായിരിക്കും, സിംഗപ്പൂറും കൊളംബോയും. ദ ബിഗ്ഗസ്റ്റ് യൂസേഴ്സ് ഓഫ് ദ സ്ട്രെയിറ്റ് ആർ കണ്ടെയ്നർ ഷിപ്സ് എക്സ്ക്ലൂഡിംഗ് ഡീപ് ഡ്രാഫ്റ്റ് അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽസ് അറ്റ് ആൻ ആവറേജ് ഓഫ് 75 പെർ ഡേ. ഈ പറയുന്ന വൻകിട അൾട്രാ ലാർജ് റേഞ്ചിലുള്ളത് 74 പെർ ഡേ. എന്ത് കൃത്യമായിട്ടാണ് അവർ കണക്ക് പറയുന്നത് നോക്കുക. ടാങ്കേഴ്സ് അറ്റ് 60 പെർ ഡേ, ടാങ്കറുകൾ 60 എണ്ണം, എക്സ്ക്ലൂഡിംഗ് ലാഡൻ VLCCs, പൂർണ്ണമായി നിറച്ച VLCCന് പുറമെ, ആൻഡ് ഡ്രൈ ബൾക്ക് ക്യാരീസ് അറ്റ് ആൻ ആവറേജ് ഓഫ് 57 പെർ ഡേ. ആ ഇനത്തിൽപ്പെടുന്നത് 57 എണ്ണം. അപ്പോ കണക്കുകൾ പറയുമ്പോൾ കൃത്യമായും ഇതുപോലുള്ള കണക്കുകൾ പറയണമെന്നുള്ളിടത്ത് നമ്മുടെ MP നമ്മളെ എങ്ങനെ കബളിപ്പിച്ചു എന്നുള്ളത്, നമ്മളെ മാത്രമല്ല എല്ലാ ചാനലുകളും ഉണ്ട്. ഇപ്പൊ ഹിന്ദിയിലും തമിഴിലും ഒക്കെ ജനങ്ങൾ ഇത് കേട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. ഈ പൊട്ടത്തരം, തരൂരിന്റെ ഈ കള്ളത്തരം, ഇവിടെ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഇവിടെ വന്ന 100 കപ്പലുകൾ, ഏതൊക്കെ തരത്തിലുള്ള എത്ര ഗ്രോസ് ടണ്ണേജ് ഉള്ള കപ്പലുകളാണ് ഇവിടെ പെർമിഷൻ ചോദിച്ചതെന്ന് പറയുവാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. കാരണം ലോകം മുഴുവൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഇത്രയും കൃത്യമായിട്ടാണ്. VLCCs 15 മീറ്റർ ഡ്രാഫ്റ്റ് 1,50,000 ഗ്രോസ് ടണ്ണേജ് 28 എണ്ണമാണ് ഒരു ദിവസം കടന്നു പോകുന്നത്. ഇങ്ങനെ കണക്ക് പറയണം നിങ്ങൾ. LNG ആൻഡ് LPG കാരിയേഴ്സ് അക്കൗണ്ടഡ് ഫോർ 13 വെസൽസ് ട്രാൻസിറ്റ്സ്. ഈ പറയുന്ന തരത്തിൽ LPG LNG 13 എണ്ണമാണ് കടന്നു പോകുന്നത്. ഇനിയുമുണ്ട്. എ ഡേ ഓൺ ആവറേജ് 25 ജനറൽ കാർഗോ ഷിപ്സ് ആൻഡ് ആൻ ആവറേജ് ഓഫ് 7 കാർ കാരിയേഴ്സ് പെർ ഡേ ഇൻ 2025. കാർ കാരിയേഴ്സ് അറിയാമല്ലോ, നമ്മുടെ കാറുകൾ കൊണ്ടുപോകുന്ന തരം പ്രത്യേക ഷേപ്പ് കാണുമ്പോഴേ അറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള കാർ കാരിയേഴ്സ് 7 എണ്ണമാണ് ഒരു ദിവസം കടന്നു പോകുന്നത് മലാക്ക സ്ട്രീറ്റ്. അപ്പൊ ഇതുപോലെ കൃത്യമായും നമ്മൾ ഇന്നലെ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഇടതുവശത്ത് മലാക്ക സ്ട്രെയിറ്റിൽ കൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം സിംഗപ്പൂറും കൃത്യമായി പറയുന്നുണ്ട്. അവിടെയും ഉണ്ടായിരുന്നു. ഇന്തോനേഷ്യയിലെ ഫോറിൻ മിനിസ്റ്ററാണെന്ന് തോന്നുന്നതോ ഫിനാൻസ് മിനിസ്റ്ററാണോ, അവിടെ ടോൾ ഏർപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ തന്നെ ഇന്തോനേഷ്യയിലെ ഗവൺമെന്റ് അത് തള്ളിക്കളഞ്ഞു. അങ്ങനെ അത് മാത്രമല്ല, ഇന്തോനേഷ്യൻ ഗവൺമെന്റിന് മാത്രമായിട്ട് ടോൾ ഏർപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ ഇറാൻ അത് വാശി പിടിക്കുന്നത് പോലെ അവിടെ പറ്റില്ല. കാരണം സ്റ്റേക്ക് ഹോൾഡേഴ്സ് അധികമുണ്ട്. ഇന്തോനേഷ്യയുണ്ട്, മലേഷ്യയുണ്ട്, സിംഗപ്പൂരുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഈ 3 രാജ്യങ്ങളുടെ സമ്മതമില്ലാതെ അവിടെ ഇതുപോലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് ഒമാനുണ്ട്. ഇറാനും ഒമാനും അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോൾ ഇറാന് മാത്രമായിട്ട് ടോൾ ഏർപ്പെടുത്തുന്ന കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. എന്നിട്ടും അവർ ടോൾ വേണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്തായാലും മലാക്ക സ്ട്രെയിറ്റ് എന്ന് പറയുന്ന ഒരു ചോക്ക് പോയിന്റിലൂടെ ഒരു വർഷം കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണത്തിൽ 63,636, ഏകദേശം 20 വർഷം എന്ന് പറയാം, 2004 അല്ലെങ്കിൽ 22 വർഷം. 22 വർഷത്തിനിടയ്ക്ക് 1 ലക്ഷം, നേരെ ഇരട്ടി എന്ന് പറയാൻ പറ്റുന്നില്ല, 1,02,525 കപ്പലുകളുടെ വർധനവുണ്ടായി. നമുക്ക് ഈ കണക്കുകൾ, കപ്പലുകളുടെ രംഗത്തുണ്ടാകുന്ന ഈ വർധനവ്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കൂടി പോയെന്ന് പറയാൻ പറ്റില്ല. കാരണം സൗത്ത് ആഫ്രിക്ക ചുറ്റിപ്പോകുന്ന അല്ലെങ്കിൽ ആഫ്രിക്ക ചുറ്റിപ്പോകുന്ന കപ്പലുകൾ നമ്മുടെ മുമ്പിൽ വരണമെന്നില്ല. എന്തായാലും ഗണ്യമായ നമ്പർ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ച് നമ്മുടെ 2000 മീറ്റർ ബർത്തും 4000 മീറ്റർ ബ്രേക്ക് വാട്ടറിനും പുറമെ ഔട്ടർ ഹാർബർ എന്നുള്ള ആശയവും കൂടി നേടിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ അവസരത്തിൽ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്.